ഹായ് ലേണേഴ്സ്, ഐ+ ട്രെയിനിങ് സൊല്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. UGC നെറ്റ് ഹിസ്റ്ററിയുടെ PYQ ഡിസ്കഷനാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ പാർട്ട് സെക്കൻഡ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഒരു വീഡിയോയിലും 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ക്വസ്റ്റ്യൻസിൻ്റെ എക്സ്പ്ലനേഷനും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ഇന്നത്തെ വീഡിയോയിലെ ആദ്യത്തെ ചോദ്യം, അതായത് നമ്മളിപ്പോൾ പാർട്ട് സെക്കൻഡ് ആണ്. അപ്പോൾ ആറാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഡൈനാസ്റ്റി വാസ് ദ ഫസ്റ്റ് ടു ഇൻസ്റ്റാൾ ദ കോഹിനൂർ ഡയമണ്ട് ഇൻ എ ടെമ്പിൾ? താഴെ തന്നിട്ടുള്ളവരിൽ ഏത് ഡൈനാസ്റ്റിയാണ് ആദ്യമായിട്ട് കോഹിനൂർ ഡയമണ്ട്, അതായത് കോഹിനൂർ രത്നം കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ, അത് ഒരു ടെമ്പിളിൽ ഇൻസ്റ്റാൾ ചെയ്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പാണ്ഡ്യാസ്, ഹൊയ്സാലാസ്, ചോളാസ്, കാകതിയാസ് എന്നിങ്ങനെയാണ് 4 ഓപ്ഷൻസ് നൽകിയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ആൻസർ ഒന്ന് ചെക്ക് ചെയ്യാം. ഓപ്ഷൻ ഡി കാകതിയാസ് ആണ് ശരിയായിട്ടുള്ള ആൻസർ വരുന്നത്. കാകതീയ ഡൈനാസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ സൗത്ത് ഇന്ത്യയിലത്തെ ഒരു ഡൈനാസ്റ്റി ആയിരുന്നു ഇത്. ഒരു ഈസ്റ്റേൺ ഡെക്കാൻ ഏരിയാസ് ഒക്കെ തന്നെ, ഓൾമോസ്റ്റ് ഈസ്റ്റേൺ ഡെക്കാൻ ഏരിയാസ് ഒക്കെ കവർ ചെയ്തുകൊണ്ടുള്ള ഒരു ഡൈനാസ്റ്റി ആയിരുന്നു ഇത്. ഇപ്പോഴത്തെ തെലങ്കാന, ആന്ധ്രാപ്രദേശ്, അതുപോലെ ഈസ്റ്റേൺ പാർട്ട് ഓഫ് കർണാടക, സൗത്തേൺ ഒഡീഷ എന്നീ ഭാഗങ്ങളൊക്കെയാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. അതായത് ഈ ഒരു കാകതീയ ഡൈനാസ്റ്റി ഇത്തരം ഭാഗങ്ങളിലൊക്കെ എക്സ്പാൻഡ് ചെയ്ത് കിടക്കുന്ന ഒന്നായിരുന്നു. 12th and 14th സെഞ്ചുറീസ് ആയിരുന്നു. 12th സെഞ്ചുറി മുതൽ 14th സെഞ്ചുറി വരെയായിരുന്നു കാകതീയ ഡൈനാസ്റ്റിയുടെ ഒരു പീരീഡ് വരുന്നത്. ഈ കാകതീയ ഡൈനാസ്റ്റിയുടെ ക്യാപിറ്റൽ വരുന്നത് വാറങ്ങൽ ആണ്. ഇപ്പോൾ വാറങ്ങൽ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ആദ്യ കാലഘട്ടങ്ങളിൽ ഇതിനെ ഒരുങ്ങല്ലു എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആദ്യകാല കാകതീയാസിനെ കുറിച്ച് പറയുമ്പോൾ അവര് ഫ്യൂഡേറ്ററീസ് ആയിട്ട് സെർവ് ചെയ്തിട്ടുണ്ടായിരുന്ന വ്യക്തികളായിരുന്നു. അതായത് രാഷ്ട്രകൂടാസിന്റെയും അതുപോലെ വെസ്റ്റേൺ ചാലൂക്യാസിന്റെയും ഫ്യൂഡേറ്ററീസ് ആയിട്ട് 2 സെഞ്ചുറികളിലും കൂടുതൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വിഭാഗക്കാരായിരുന്നു കാകതീയാസ്. ദെൻ ഗണപതി ദേവനാണ് ഈ ഒരു കാകതീയ ലാൻഡ് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഒരു 1230 കാലഘട്ടങ്ങളിലൊക്കെയാണ് ഈ ഒരു കാകതീയ ഡൈനാസ്റ്റി എക്സ്പാൻഡ് ആവുന്നത്. നിങ്ങൾ രുദ്രമാദേവി സിനിമയൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ, അനുഷ്ക അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സിനിമയിൽ പറയുന്ന അത് ഈ ഒരു കാകതീയ ഡൈനാസ്റ്റിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അതറിയാലോ, അതില് രുദ്രമദേവി എന്നാണ് ക്യാരക്ടറിന്റെ പേര്. അപ്പൊ ആ ഒരു രുദ്രമദേവിയാണ് ഗണപതി ദേവനെ സക്സീഡ് ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. രുദ്രമദേവിയുടെ കാലഘട്ടത്തില്, അതായത് രുദ്രമദേവിയുടെ ഒരു ലാസ്റ്റ് ഫേസിൽ, ഭരണകാലഘട്ടത്തിലെ ലാസ്റ്റ് ഫേസ് ആയിട്ടുള്ള 1289 മാർക്കോ പോളോ ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നത്. ആ മാർക്കോ പോളോ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ ഈ ഒരു രുദ്രമദേവിയുടെ റൂളിനെ കുറിച്ചിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. 1289 1293 കാലഘട്ടങ്ങളിലാണ് മാർക്കോ പോളോ ഇന്ത്യയിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ദെൻ അലാവുദ്ദീൻ ഖിൽജി കാകതീയ കിങ്ഡം 1303 CE കാലഘട്ടത്തിൽ ആക്രമിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ മുഹമ്മദ് ബിൻ തുഗ്ലക്ക് 1323 കാകതീയ ഡൈനാസ്റ്റി എനക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹം കാകതീയാസിന്റെ ക്യാപിറ്റല് സുൽത്താൻപൂരിലേക്ക്, അങ്ങനെ ആ ഒരു പേരിലേക്ക് ആയിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരഗല്ലു എന്നായിരുന്നു ക്യാപിറ്റലിന്റെ പേരുണ്ടായിരുന്നത്. അത് പിന്നീട് സുൽത്താൻപൂർ എന്നാക്കി മാറ്റി. അപ്പൊ ഇത്രയാണ് കാകതീയാസിനെ കുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു പോകുന്നത്. ഇനി ക്വസ്റ്റ്യന്റെ തന്നെ അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് കോഹിനൂർ ഡയമണ്ടിനെ കുറിച്ചിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടല്ലോ, അതൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ദ കോഹിനൂർ ഡയമണ്ട് വാസ് പ്രോബബ്ലി ഫൗണ്ട് ഇൻ ഇന്ത്യ ഇൻ ദ 13th സെഞ്ചുറി ആൻഡ് വാസ് ഇനീഷ്യലി ഓൺഡ് ബൈ ദ കാകതീയ ഡൈനാസ്റ്റി. അപ്പോൾ ഇന്ത്യയിൽ കണ്ടുവരുന്ന ഒരു തരം ഡയമണ്ട് ആയിരുന്നു കോഹിനൂർ ഡയമണ്ട് എന്ന് പറയുന്നത്. അത് കൈവശപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്, അതിന്റെ അവകാശം ഉണ്ടായിരുന്നത് കാകതീയ ഡൈനാസ്റ്റിക് ആയിരുന്നു. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാകതീയ ഡൈനാസ്റ്റി ഉണ്ടായിരുന്നത് വാറങ്കൽ ഏരിയയിലായിരുന്നു എന്നുള്ളത്. ഇവരുടെ ഒരു കുലദേവത അല്ലെങ്കിൽ ഗോഡസ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഭദ്രകാളിയെ ആയിരുന്നു. ഈ ദേവിയുടെ ലെഫ്റ്റ് ഐ ആയിട്ടാണ് ഈ ഒരു ഡയമണ്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദേ കൺസിഡർഡ് ഗോഡസ് ഭദ്രകാളി ആസ് their കുലദേവത ആൻഡ് ദ ഡയമണ്ട് വാസ് ഫിറ്റഡ് ഓൺ ദ ലെഫ്റ്റ് ഐ of the deity. In the 14th century, the diamond was acquired by the Khilji dynasty of the Delhi Sultanate after a successful raid on Warangal. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അലാവുദ്ദീൻ ഖിൽജി ആക്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അങ്ങനെ ഈ ഒരു ഡയമണ്ട് ഖിൽജി ഡൈനാസ്റ്റിയുടെ കൈകളിൽ എത്തപ്പെടുകയാണ് ഉണ്ടായത്. The diamond remained within the Khilji family line and was later passed to succeeding dynasties of the Delhi Sultanate until it came into the possession of Babur. അങ്ങനെ പിന്നീട് ഈ ഒരു
ഡയമണ്ട് ഖിൽജി ഫാമിലിയുടെ കയ്യിലാവാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നീട് നെക്സ്റ്റ് ഡൽഹി സുൽത്താനേറ്റിലെ നെക്സ്റ്റ് ഭരണാധികാരിയുടെ കൈകളിലേക്ക് വന്നു. അങ്ങനെ അങ്ങനെ കൈമാറി ബാബറിന്റെ കയ്യിലേക്ക് എത്തുകയാണ് ഉണ്ടായത്. ബാബർ മുഗൾ കിങ് ആണെന്നുള്ളത് അറിയാലോ അല്ലെ. ദെൻ ഷാജഹാന്റെ കയ്യിലേക്ക് ഈ ഒരു ഡയമണ്ട് എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒന്നായിരുന്നല്ലോ പീകോക്ക് ത്രോൺ, അതില് ഇൻസ്റ്റാൾ ചെയ്യാനുണ്ടായിരുന്നത്. ദെൻ പിന്നീട് 1739 നാദർ ഷാ, അദ്ദേഹം പേർഷ്യയിലെ ഭരണാധികാരിയായിരുന്നു. അദ്ദേഹം ഡൽഹി ആക്രമിച്ച സമയത്ത് മുഗൾ എംപയറിന്റെ ട്രഷർ ആയിട്ടുണ്ടായിരുന്നതെല്ലാം തന്നെ അദ്ദേഹം കൊള്ളയടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ കോഹിനൂർ രക്തവും അദ്ദേഹം കൈക്കലാക്കുകയുണ്ടായിരുന്നു. പിന്നീട് പല റൂളേഴ്സിന്റെ കയ്യിലേക്കും ഇതിങ്ങനെ കൈമാറി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ 1849 സെക്കൻഡ് ആംഗ്ലോ സിഖ് വാർ, ആ ഒരു യുദ്ധത്തില് ഈ കോഹിനൂർ ഡയമണ്ട് ബ്രിട്ടീഷുകാർക്ക് ട്രീറ്റി ഓഫ് ലാഹോറിന്റെ ഒരു ഭാഗമായിട്ട് നൽകപ്പെടുകയാണ് ഉണ്ടായിരുന്നത്. 7ാമത്തെ ചോദ്യം, ഈശ്വര കൃഷ്ണ വാസ് ഡാഷ്. ആരാണ് ഈശ്വര കൃഷ്ണ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് ഉണ്ട്. എ വൈഷ്ണവ ടീച്ചർ ഫ്രം ഏർലി മിഡീവൽ ഒറീസ. നെക്സ്റ്റ് ഓപ്ഷൻ, എ കിങ് ഓഫ് അസം ഇൻ ദ 18th century CE. നെക്സ്റ്റ്, എ ഫിലോസഫർ ഓഫ് വൺ ഓഫ് ദ 6 system of philosophy. ദെൻ ലാസ്റ്റ് ഓപ്ഷൻ, എ ലോ ഗിവർ ഓഫ് ദ മിഡീവൽ പീരീഡ്. ഇങ്ങനെയാണ് 4 ഓപ്ഷൻസ് ഉള്ളത്. ആൻസർ ചെക്ക് ചെയ്യാം. ആൻസർ വരുന്നത് ഓപ്ഷൻ സി, എ ഫിലോസഫർ ഓഫ് വൺ ഓഫ് ദ 6 system of philosophy ആണ്. നമുക്ക് നമ്മുടെ ആൻഷ്യന്റ് ഇന്ത്യൻ ട്രഡീഷനിൽ 6 സ്കൂൾ ഓഫ് ഫിലോസഫി ആണുള്ളത്. വൈശേഷിക, ന്യായ, സാങ്ക്യ, യോഗ, പൂർവമീമാംസ, ദെൻ ഉത്തരമീമാംസ. അതിൽ ഉത്തരമീമാംസനെ വേദാന്ത എന്ന് കൂടി അറിയപ്പെടും. ഇതിൽ സാങ്ക്യ ഫിലോസഫി ആണ് ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ളത്. ഈ സാങ്ക്യ ഫിലോസഫിയിൽ വരുന്ന ഒരു ഫിലോസഫർ ആണ് ഈശ്വരകൃഷ്ണ. ഓക്കെ, അപ്പോൾ അതർ അഡീഷണൽ ഇൻഫർമേഷൻസ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു 6 ഓർത്തഡോക്സ് ഫിലോസഫിക്കൽ സിസ്റ്റംസ് ആണ് ഉള്ളത് എന്നുള്ളത്. അതിൽ സാങ്ക്യ സ്കൂൾ ഓഫ് ഫിലോസഫി ആണ് ഏറ്റവും ഓൾഡസ്റ്റ് ഓർത്തഡോക്സ് ഫിലോസഫിക്കൽ സിസ്റ്റം ആയിട്ടുള്ളത്. അത് ഫൗണ്ട് ചെയ്തിട്ടുള്ളത് കപില മഹർഷിയാണ്. ഈ ഒരു സാങ്ക്യ ഫിലോസഫിയിൽ മെയിൻ ആയിട്ട് പറയുന്നത് എല്ലാ കാര്യങ്ങളും പുരുഷ അതുപോലെ പ്രകൃതി ഇതിൽ നിന്നും ഉത്ഭവിച്ചിട്ടുള്ളതാണെന്നാണ് പറയുന്നത്. ദെൻ സാങ്ക്യകാരിക എന്നുള്ള ഒരു വർക്കാണ് ഈ സാങ്ക്യ സ്കൂൾ ഓഫ് ഇന്ത്യൻ ഫിലോസഫിയിലെ ഏർലിയസ്റ്റ് സർവൈവിംഗ് ടെക്സ്റ്റ് ആയിട്ടുള്ളത്. ദിസ് ടെക്സ്റ്റ് ഈസ് അട്രിബ്യൂട്ടഡ് ടു ഈശ്വരകൃഷ്ണ. അപ്പോൾ ഈ ഒരു വർക്കിൽ ഓതർ പറയുന്നത് അദ്ദേഹം പറയുന്നത് കപില മഹർഷിയുടെ ഡിസൈപ്പിൾ ആയിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ കപില മഹർഷിയുടെ ഡിസൈപ്പിളിന്റെ സക്സസർ ആണ് അദ്ദേഹം എന്നാണ് ഈ ഒരു വർക്കിൽ ഓതർ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ ഈശ്വരകൃഷ്ണ ആണ് ഈ ഒരു വർക്കിന്റെ ഓതർ എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോൾ സാങ്ക്യ സ്കൂൾ ഓഫ് ഫിലോസഫിയുമായിട്ട് റിലേറ്റഡ് ആണ് ഈശ്വരകൃഷ്ണ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദ ബയാന ഹോർഡ് കോയിൻസ് ഓഫ് വിച്ച് ഗുപ്ത റൂളർ ഹാവ് ബീൻ ഫൗണ്ടഡ് ഇൻ ദ ഹയസ്റ്റ് നമ്പർ. അപ്പോൾ താഴെ തന്നിട്ടുള്ളവരിൽ ഏത് ഗുപ്ത റൂളറിന്റെ കോയിൻസ് ആണ് ബയാന ഹോർഡിൽ ധാരാളമായിട്ട് കണ്ടെടുക്കപ്പെട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചന്ദ്രഗുപ്ത ഫസ്റ്റ്, ചന്ദ്രഗുപ്ത സെക്കൻഡ്, കുമാരഗുപ്ത ഫസ്റ്റ് എന്നിങ്ങനെയാണ് 4 ഓപ്ഷൻസ് ഉള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ നോക്കാം. ആൻസർ വരുന്നത് ചന്ദ്രഗുപ്ത സെക്കൻഡ് ആണ്. ചന്ദ്രഗുപ്ത സെക്കൻഡിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഭരണ കാലഘട്ടം വരുന്നത് സിർക്ക 380 to 415 CE ആണ്. ഇദ്ദേഹം പവർഫുൾ ആയിട്ടുള്ള ഒരു ഭരണാധികാരിയായിരുന്നു. വിക്രമാദിത്യ എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു ഭരണാധികാരി കൂടിയായിരുന്നു ഇദ്ദേഹം. നമ്മൾ ചെറുപ്പത്തിലൊക്കെ വിക്രമാദിത്യന്റെയും വേതാളത്തിന്റെയും ഒക്കെ കഥ പഠിച്ചിട്ടുണ്ടാവും. ആ ഒരു വിക്രമാദിത്യൻ തന്നെയാണ് ഇദ്ദേഹം. ദെൻ ചന്ദ്രഗുപ്ത സെക്കൻഡിന്റെ കോർട്ട് ഒഫീഷ്യൽസ് ആയിരുന്നു നവരത്നാസ് എന്ന് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ചന്ദ്രഗുപ്ത സെക്കൻഡിന്റെ മകളായിരുന്നു പ്രഭാവതി ഗുപ്ത. സൗത്തേൺ വാഗാടക കിങ്ഡത്തിലെ ക്വീൻ ആയിരുന്നു അവര്. ചന്ദ്രഗുപ്ത സെക്കൻഡിന്റെ ഭരണകാലഘട്ടത്തിലാണ് ചൈനീസ് ട്രാവലർ ആയിട്ടുണ്ടായിരുന്ന ഫാഹിയാൻ ഇന്ത്യ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ കോർട്ട് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം. കാളിദാസൻ, ഫേമസ് ആയിട്ടുള്ള പോയിറ്റ് ആയിട്ടുള്ള കാളിദാസൻ ഇദ്ദേഹത്തിന്റെ കോർട്ട് ഒഫീഷ്യൽ ആയിരുന്നു. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന 9 ജുവൽസിൽ ഒരാളായിരുന്നു. ദെൻ ചന്ദ്രഗുപ്ത സെക്കൻഡിന്റെ കുറച്ചധികം നെയിംസ് അദ്ദേഹം അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചന്ദ്രഗുപ്ത സെക്കൻഡിന്റെ ഓഫീസർ ആയിട്ടുണ്ടായിരുന്ന അമ്രകർധവയുടെ സാഞ്ചി ഇൻസ്ക്രിപ്ഷനിൽ ഇദ്ദേഹത്തിനെ അറിയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ചന്ദ്രഗുപ്ത സെക്കൻഡിനെ ദേവരാജ എന്നാണ് അറിയപ്പെടുന്നത്. ദെൻ പ്രഭാവതി ഗുപ്തയുടെ
റെക്കോർഡ്സിൽ, അതായത് വാകാടക ക്യൂൻ ആയിട്ടുണ്ടായിരുന്ന പ്രഭാവതി ഗുപ്തയുടെ റെക്കോർഡ്സിൽ ദേവഗുപ്ത എന്നാണ് ചന്ദ്രഗുപ്തനെ അറിയപ്പെടുന്നത്. ദെൻ ഡൽഹി അയൺ പില്ലാർ ഇൻസ്ക്രിപ്ഷനിൽ ധാവ, DHAVA, ധാവ എന്നാണ് ഇദ്ദേഹത്തിനെ അറിയപ്പെടുന്നത്. ദെൻ ചന്ദ്രഗുപ്ത അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ടൈറ്റിൽസ് ഭട്ടാരക ആൻഡ് മഹാരാജാതിരാജ. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞ വിക്രമാദിത്യ എന്നൊരു പേര് ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് അത് സുപ്പിയ സ്റ്റോൺ പില്ലർ ഇൻസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്ത് കാണാൻ വേണ്ടി സാധിക്കും. ഓക്കെ, നമുക്ക് അഡീഷണൽ ഇൻഫർമേഷൻസ് നോക്കാം. ഈ ഒരു ഗുപ്ത റൂളേഴ്സിന്റെ ഗോൾഡ് കോയിൻസ് ദിനാരാസ് എന്നാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. Then these gold coins bore the names and epithets of kings including metrical legends. അപ്പോൾ ഈ ഒരു കോയിൻസിലൊക്കെ തന്നെ രാജാക്കന്മാരുടെ പേരുകളും എപ്പിതെറ്റ്സുമാണ് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു കോയിന്റെ ഒരു വശത്ത് കിങ്ങിന്റെ റെപ്രസെന്റേഷനും മറ്റൊരു വശത്ത് ആ ഒരു റൂളറിന്റെ ഡയറ്റിയുടെ ഇമേജുമാണ് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഒരു വശത്ത് രാജാവ്, മറുവശത്ത് ഏതെങ്കിലും ഡയറ്റിയുടെ രൂപമാണ് അല്ലെങ്കിൽ ഇമേജ് ആണ് ഇൻസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ ബയാന ഹോർഡിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹോർഡ് ഡിസ്കവർ ചെയ്യുന്നത് 1946 AS ഓൾട്ടേക്കർ ആണ്. ഈ ഒരു ബയാന ലൊക്കേറ്റ് ചെയ്യുന്നത് രാജസ്ഥാനിലാണ്. ഈ ഹോർഡിൽ ഏകദേശം 2000-ഓളം ഗോൾഡ് കോയിൻസ്, ഗുപ്ത ഗോൾഡ് കോയിൻസ് ആണ് കണ്ടെത്തിയിട്ടുള്ളത്. ചന്ദ്രഗുപ്ത സെക്കൻഡിന്റെ കോയിൻസ് ആണ് കൂടുതലും ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു. 8 ടൈപ്പ് ഓഫ് ഗോൾഡ് കോയിൻസ്, അതായത് ദിനാരാസ് ആണ് ഇവിടെ ഉള്ളത്. ഈ ചന്ദ്രഗുപ്ത സെക്കൻഡിന്റെ 8 ടൈപ്പ് ഓഫ് ഗോൾഡ് കോയിൻസ് ആണുള്ളത്. ചന്ദ്രഗുപ്ത സെക്കൻഡ് സിൽവർ കോയിൻസും അതുപോലെ കോപ്പർ കോയിൻസും ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. 9th question, name the sultan who because of his generosity was also known as ലാഖ് ബക്ഷ്. അപ്പോൾ താഴെ തന്നിട്ടുള്ളവരിൽ ഏത് സുൽത്താനാണ് ലാഖ് ബഷ് എന്നറിയപ്പെടുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കുതബ്ദീൻ ഐബക്, ഇൽത്തുമിഷ്, ഫിറോസ് തുഗ്ലക്, സിക്കന്ദർ ലോധി എന്നിങ്ങനെയാണ് 4 ഓപ്ഷൻസ് ഉള്ളത്. നമുക്ക് ആൻസർ ഒന്ന് നോക്കാം. ഓപ്ഷൻ എ കുതബ്ദീൻ ഐബക് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. കുതബ്ദീൻ ഐബക്കിനെ കുറിച്ച് പറയുമ്പോൾ സ്ലേവ് ഡൈനാസ്റ്റി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്ന റൂളർ ആയിരുന്നു കുതബ്ദീൻ ഐബക്. നോർത്തേൺ ഇന്ത്യയിലെ ഫസ്റ്റ് മുസ്ലിം സുൽത്താനേറ്റ് ഇദ്ദേഹമായിരുന്നു. സ്ലേവ് ഡൈനാസ്റ്റി അല്ലെങ്കിൽ മാംലുക് ഡൈനാസ്റ്റി എന്നൊക്കെ ഇദ്ദേഹത്തിന്റെ ഡൈനാസ്റ്റി അറിയപ്പെടുന്നുണ്ട്. 1206 മുതൽ 1210 വരെയാണ് ഇദ്ദേഹത്തിന്റെ ഒരു ഭരണ കാലഘട്ടം. കുത്തബ് മീനാറിന്റെ ഫൗണ്ടേഷൻ ആരംഭിക്കുന്നത് ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്. നമുക്കറിയാം അതിന്റെ ഒരു പണി കംപ്ലീറ്റ് ചെയ്യുന്നത് ഇൽത്തുമിഷ് ആണ്. ഇദ്ദേഹത്തിന്റെ ടോംബ് ലൊക്കേറ്റ് ചെയ്യുന്നത് ലാഹോറിലാണ്. ഓക്കെ, ക്വസ്റ്റ്യന്റെ അഡീഷണൽ ഇൻഫർമേഷൻസ് നോക്കുമ്പോൾ ലാഖ് ബഷ് എന്ന് പറയുന്നത് പാവങ്ങൾക്ക് വെൽത്ത് അതുപോലെ തന്നെ പ്രോപ്പർട്ടി ഒക്കെ തന്നെ നൽകുന്നവരെ റെഫർ ചെയ്യുന്ന ഒരു പേരാണ്. കുതബ്ദീൻ ഐബക്ക് വളരെ ലിബറൽ ആയിട്ടുള്ള ഒരു ഭരണാധികാരിയായിരുന്നു. ലിബറൽ ഡൊണേഷൻസും അതുപോലെ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു റൂളർ ആയിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ലാഖ് ബഷ് അല്ലെങ്കിൽ ഗീവർ ഓഫ് ലാക്സ് എന്ന ഒരു പേര് വരാനായിട്ടുള്ള കാരണം, ഒരു ടൈറ്റിൽ വരാനായിട്ടുള്ള കാരണം. കുതബ്ദീൻ ഐബക്ക് സുൽത്താനേറ്റ് ഡൈനാസ്റ്റിയുടെ അല്ലെങ്കിൽ സ്ലേവ് ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ആണെന്ന് നമ്മൾ പറഞ്ഞു. എന്തുകൊണ്ടാണ് ഡൈനാസ്റ്റിക്ക് സ്ലേവ് ഡൈനാസ്റ്റി എന്ന് പേര് വരാനായിട്ടുള്ള കാരണം? അതായത് മുഹമ്മദ് ഗോറിയുടെ സ്ലേവ് ആയിരുന്നു കുതബ്ദീൻ ഐബക്ക്. അദ്ദേഹം സ്ഥാപിച്ച ഡൈനാസ്റ്റി ആയതുകൊണ്ടാണ് സ്ലേവ് ഡൈനാസ്റ്റി എന്നറിയപ്പെടാനായിട്ടുള്ള കാരണം. ആദ്യത്തെ മോസ്ക് ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് കുതബ്ദീൻ ഐബക്ക് ആണ്. മെഹ്റോളിയിലാണ്, ഡൽഹിയിലെ മെഹ്റോളിയിലാണ് ഇത്. ഐബക്ക് died of injuries received during an accidental fall from the horse while playing ചൗഗാൻ in 1210 CE. അതായത് ഇദ്ദേഹം മരിക്കുന്നത് പോളോ എന്ന് പറയുന്ന ഒരു ഈ കുതിരപ്പുറത്ത് ഇരുന്നുകൊണ്ടുള്ള ഒരു കാര്യമാണ്, ഒരു പ്ലേ ആണത്. അപ്പൊ അതിൽ നിന്ന് വീണിട്ടുള്ള ഒരു ഇഞ്ചുറിയുടെ പുറത്താണ് അദ്ദേഹം മരിക്കുന്നത്. ഇതിന് ഇദ്ദേഹത്തിന്റെ ടോംബ് ലാഹോറിലാണെന്ന് പറഞ്ഞു, നിയർ അനാർക്കലി ബസാർ. 10th question, after Gwalior campaign in 1232 a commemorative coin was struck to mark the victory, whose name was inscribed on the coin along with that of Iltutmish. 1232 ഗ്വാളിയർ ക്യാമ്പയിന് അതിന്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് ഒരു കോയിൻ ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അതില് ഇൽത്തുമിഷിന്റെ പേരും ഇൻസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൽത്തുമിഷിന്റെ പേരിന്റെ കൂടെ മറ്റ് ഏത് വ്യക്തിയുടെ പേരാണ് ഇൻസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ടർക്കാൻ ഖാട്ടൂൺ, നസറുദ്ദീൻ മുഹമ്മദ്, റുക്നുദ്ദീൻ ഫിറോസ്, റസിയ സുൽത്താൻ.
എന്നിങ്ങനെയാണ് 4 ഓപ്ഷൻസ് ഉള്ളത്. നമുക്ക് ആൻസർ നോക്കാം. ആൻസർ വരുന്നത് റസിയ സുൽത്താനാണ്. അദ്ദേഹത്തിന്റെ മകളാണ്, ഇൽത്തുമിഷിന്റെ മകളായ റസിയ സുൽത്താനയുടെ പേരാണ് അദ്ദേഹത്തിന്റെ പേരിനോടൊപ്പം തന്നെ ഗ്വാളിയർ ക്യാമ്പയിനെ ഓർമ്മയ്ക്കായിട്ടുണ്ടായിരുന്ന ഈ ഒരു കോയിനിൽ ഇൻസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നത്. റസിയ സുൽത്താനയെ കുറിച്ച് പറയുമ്പോൾ ഫസ്റ്റ് വുമൺ സുൽത്താനേറ്റ് ഓഫ് ഇന്ത്യ, അതാണ് റസിയ സുൽത്താന. ഇൽത്തുമിഷിന്റെ മകളും സക്സസറുമായിരുന്നു ഇവര്. ഭരണ കാലഘട്ടം വരുന്നത് 1236 ടു 1240 വരെയാണ്. അഡീഷണൽ ഇൻഫർമേഷൻസ് നോക്കാം. ഇൽത്തുമിഷിനെ കുറിച്ചിട്ട് നമുക്ക് ആദ്യം പറയാം. ഇൽത്തുമിഷ് കുതബ്ദീൻ ഐബക്കിന്റെ സൺ ഇൻ ലോ ആയിരുന്നു. 1210 മുതൽ 1236 CE വരെ ഡൽഹി സുൽത്താനേറ്റ് ഭരിച്ചിട്ടുണ്ടായിരുന്നത് ഇദ്ദേഹമായിരുന്നു. He was considered as the real consolidator of the Turkish conquest in North India. Then ഇദ്ദേഹമാണ് കുത്തബ് മിനാറിന്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. Then Iltutmish brought Bengal and Bihar back into the Delhi Sultanate. Then Rajput revolts suppress ചെയ്തിട്ടുണ്ടായിരുന്നത് ഇദ്ദേഹമായിരുന്നു. He also suppressed the Rajput revolt and recovered Ranthambore in 1226 CE. ഇൽത്തുമിഷിന്റെ സക്സസർ ആയിട്ട് അദ്ദേഹം തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ മകളെയായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ പുത്രന്മാരൊന്നും തന്നെ ഒരു ഭരണം നടത്താൻ മാത്രമുള്ള കേപ്പബിലിറ്റി ഉണ്ടായിരുന്നവരായിട്ട് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മകളെ അദ്ദേഹം സക്സസർ ആയിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ ഒരു കാലഘട്ടത്തിലത്തെ നോബിൾസിന് ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു വിമൻ ഭരണം ഏറ്റെടുക്കുന്നതിനോട് അതൃപ്തിയായിരുന്നു. People during the age were not comfortable having a queen as a ruler. അതായത് ആ ഒരു കാലഘട്ടത്തിലെ വിമൻ എന്ന് പറയുന്നത് പുരുഷന് ഇൻഫീരിയർ ആയിട്ട് ജീവിക്കേണ്ടവരാണ്, അല്ലെങ്കിൽ സമൂഹത്തിൽ ഇൻഫീരിയർ ആയിട്ട് ജീവിക്കേണ്ടവരാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടുള്ളവരായിരുന്നു. അതുകൊണ്ട് തന്നെ റസിയ സുൽത്താനേനെ അവര് പലതരം ചതിപ്രയോഗങ്ങളിലൂടെയും ഗൂഢാലോചനകളിലൂടെയൊക്കെ പുറത്താക്കുകയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസിൽ വന്നിട്ടുണ്ടായിരുന്ന മറ്റ് വ്യക്തികളെ കൂടി ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് പറയുന്നത് ടർക്കൻ കാർട്ടൂൺ സെലിജുക് എംപറസ് ആയിരുന്നു. അതായത് സെലിജുക് എംപയറിലെ റൂളർ ആയിട്ടുണ്ടായിരുന്ന മാലിക് ഷാ ഫസ്റ്റിന്റെ ഭാര്യയായിരുന്നു ഇവര്. മാലിക് ഷാ ഫസ്റ്റ് സെലിജുക് എംപയറിന്റെ സുൽത്താൻ ആയിട്ടുണ്ടായിരുന്നു. 1072 മുതൽ 1092 വരെ സുൽത്താൻ ആയിട്ടുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ഇദ്ദേഹം. നെക്സ്റ്റ് പറയുന്നത് നസ്രുദ്ദീൻ മുഹമ്മദ്. ഇൽത്തുമിഷിന്റെ ഗ്രാൻഡ് സൺ ആയിരുന്നു നസ്രുദ്ദീൻ മുഹമ്മദ്. ബാൽബന്റെ ഹെൽപ്പോട് കൂടിയിട്ട് അധികാരത്തിലേറിയിട്ടുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു നസ്രുദ്ദീൻ മുഹമ്മദ്. ബാൽബൻ അദ്ദേഹത്തിന്റെ മകളെ നസ്രുദ്ദീൻ മുഹമ്മദിനെ വിവാഹം ചെയ്തു കൊടുക്കുകയും അങ്ങനെ ആ ഒരു അധികാരം, അതായത് ആ ഒരു ഡൈനാസ്റ്റിയുടെ അധികാരം ബാൽബന്റെ കൈകളിലേക്ക് വന്നു ചേരുകയാണ് ചെയ്യുന്നത്. അതായത് നസ്രുദ്ദീൻ മുഹമ്മദ് ഒരു ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇൻഎഫിഷ്യന്റ് ആയിട്ടുള്ള വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ബാൽബൻ അധികാരം കൈയടക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് റുക്നുദ്ദീൻ ഫിറോസ്. ഇൽത്തുമിഷിന്റെ എൽഡസ്റ്റ് സൺ ആണ് റുക്നുദ്ദീൻ ഫിറോസ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഡിസ്കഷനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. 5 ക്വസ്റ്റ്യൻസും ക്ലിയർ ആയിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.